കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവമായ കർത്താവ് നൽകുന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീടെടുക്കപ്പെട്ട ദൈവജനത്തോടും കൂടെ ആയിരിക്കാൻ ദൈവമായ കർത്താവ് ഒരു അവസരം കൂടെ തന്നല്ലോ. നന്ദിയോടെ മഹത്വം. പ്രിയ കുഞ്ഞുങ്ങളൊക്കെയും വിവിധ സ്ഥാനങ്ങളിൽ നിന്നൊക്കെയും കടന്നു വന്നവരോട് കൂടെ ചേർന്നായിരിക്കുന്നത് വലിയ സന്തോഷവും വലിയ അനുഗ്രഹവുമാണ്. അതോടൊപ്പം തന്നെ പ്രിയ ഞങ്ങളുടെ പൈതലും കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. നമ്മുടെ സന്തോഷം പൂർണ്ണമായിട്ടില്ല, ഇനിയും ഉണ്ട്. ഇനിയും പ്രിയപ്പെട്ടവർ കൂടെ കടന്നു വന്നെങ്കിൽ മാത്രമേ നമ്മുടെ സന്തോഷം പൂർണ്ണമാകുകയുള്ളൂ. ഞാൻ സമയം ദീർഘിക്കുന്നില്ല. ഞാനൊരു ചെറിയൊരു വചനചിന്ത, അധികൃതരുടെ ദേവദാസന്മാരൊക്കെ വചനം സംസാരിച്ചെങ്കിലും ബൈബിളിലുള്ള ബന്ധത്തില് ഒരു വചനം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വചനം കേൾക്കുവാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടി ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. എന്തുവാ പറഞ്ഞത്? ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. യേശുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയില് യേശുവിന്റെ അടുത്തോട്ട് കടന്നു വന്നത് ചുങ്കക്കാരും പാപികളും. ഇവരെല്ലാവരും കടന്നു വന്നപ്പോൾ ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും ഇതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവര് പഠിച്ചത് നിശ്ചയം വെച്ചിരിക്കുന്നതുമായ മതത്തിന്റെ തീക്ഷ്ണതയില്, ആ ഭക്തിയില് ഈ ചുങ്കക്കാർ കടന്നു വരുന്നത്, പാപികൾ കടന്നു വരുന്നതൊന്നും ഈ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും മതപുരോഹിതന്മാർക്കും ഒന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോ അവൻ യേശുക്രിസ്തു അവരോട് ഉപമകളായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. എന്താണ് ഉപമ എന്ന് നമ്മൾ സ്കൂളിൽ പഠിക്കില്ലേ? ഒന്നിനോടൊന്ന് സാദൃശ്യം ചെന്ന അത് ഉപമ. അവരോട് പറയേണ്ട കാര്യങ്ങൾ ഒരു ഉപമയിലൂടെ യേശു കർത്താവ് പറഞ്ഞു. ഒട്ടനേകം ഉപമകൾ, ഏകദേശം 35 പല ഉപമകള് യേശു കർത്താവിന്റെ ഉപമകളായിട്ട് ഇതിനകത്ത് ബൈബിളിലെ നമുക്ക് സുവിശേഷങ്ങളിൽ കാണുവാൻ കഴിയും. അതിലെ ഒരു ഉപമയാണ് ഈ ലൂക്കോസ് 15-ാം അധ്യായം. ഈ ലൂക്കോസ് 15-ാം അധ്യായത്തെ സുവിശേഷങ്ങളിലെ സുവിശേഷം എന്നാണ് അറിയപ്പെടുന്നത്. ബൈബിൾ ടെസ്റ്റിലൊക്കെ നമുക്ക് ചോദിക്കും സുവിശേഷങ്ങളിലെ സുവിശേഷം എന്ന് ചോദിച്ചാൽ ലൂക്കോസ് 15-ാം അധ്യായമാണ്. കാരണം അതിന്റെ ആ 1-ാം വാക്യം മുതൽ അതിന്റെ 32-ാം വാക്യം വരെ വായിക്കുമ്പോൾ അതിലൊരു സുവിശേഷം അടങ്ങിയിട്ടുണ്ട്. അതെന്താന്ന് ചോദിച്ചെന്നാല് അത് മുഴുവൻ വായിപ്പിക്കുന്നില്ല, നിങ്ങളത് വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ഇതിലെ ആദ്യത്തെ ഒരു ഉപമ കാണാതെ പോയ ഒരു ആടിനെ കുറിച്ചാണ് പറയുന്നത്. 100 ആടൊരിടയനുണ്ടായിരുന്നു. അതിൽ ഒരു ആടിനെ കാണാതെ പോയി. ഈ ആടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, വേദപുസ്തകത്തില് മനുഷ്യനോളം പഴക്കം ആടുകൾക്കുണ്ട്. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഹാബേലിൽ ആട്ടിടയനായിരുന്നു. അപ്പൊ ഹാബേലിന് ആട് വളർത്ത ജോലി ഉണ്ടായിരുന്നു. അപ്പൊ അന്നും ആടുണ്ട് അല്ലെ, ആടിനെ മേയ്ക്കുന്ന ഒരു ഇടയനായിരുന്നു ഹാബേല്. അപ്പൊ ഈ ഇടയനും ആടും തങ്ങളിലുള്ള ബന്ധമാണ്. ഒരു ഇടയന് 100 ആടുണ്ടായിരുന്നു. അതിൽ ഒരാട് തെറ്റിപ്പോയി, കാണാതെ പോയപ്പോ ഈ ഇടയൻ എന്ത് ചെയ്തു? 99 തന്റെ പക്കലുണ്ടായിരുന്ന 99-നെയും വിട്ടേച്ചിട്ട് ഈ ഒന്നിനെ തേടിപ്പോയൊരു കഥയാണ് ഈ 1-ാം ഭാഗത്ത് കർത്താവ് ഇവരോട് പറയുന്നത്. തന്റെ ഈ ഇടയന്റെ ജോലി എന്ന് പറയുമ്പോൾ എന്നും രാവിലെ അവരുടെ പേര് ചൊല്ലി വിളിക്കും. ഇവരെ തന്റെ കയ്യിൽ നിന്ന് കോലിനടിയിലൂടെ ഇവരെ കടത്തിവിടും, പേര് ചൊല്ലി കടത്തിവിടും. വൈകുന്നേര സമയത്തും അവരെ കൊണ്ടുപോകും, തീറ്റും, അവർക്ക് വെള്ളം ഭക്ഷണം എല്ലാം കൊടുത്ത് വൈകുന്നേര സമയങ്ങൾ തിരിച്ചു മടക്കിക്കൊണ്ടുവരും. തന്റെ കോലിനടിയിലൂടെ അവരെ കടത്തി കൊണ്ടുപോകും. അന്ന് ഒരു ദിവസം എണ്ണ എടുത്തപ്പോ ഈ ആട് എവിടെ പോയി അറിഞ്ഞില്ല. ആട് തെറ്റിപ്പോയി. ഈ ആടിന് ഒരു പ്രത്യേകത, ആട് പോകും, പക്ഷെ പോയതിന് വരാൻ അറിയത്തില്ല. മറ്റു പശുക്കൾ വരും, മറ്റേത് ജന്തുക്കളും ജീവികളും തിരിച്ചു വരും, പക്ഷെ ആടിനെ തിരിച്ചു വരാൻ അറിയത്തില്ല. ഈ ആടിനെ പോയെങ്കിൽ ഇടയൻ പോയി അന്വേഷിച്ചു കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഇവിടെ ഈ ഇടയൻ, ഈ 100 ആടുള്ള ഇടയൻ തന്റെ 99 ആടുകളെയും വെറുതെ വിട്ടേച്ചു പോയില്ല. സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അവിടെ ഏൽപ്പിച്ചിട്ട് ആക്കിയിട്ട്, അത് പോകത്തില്ല, അതിനെ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് ആക്കിയിട്ട് ഈ ഒന്നിനെ തേടിപ്പോയി. ഈ ആട് പോയെന്നാൽ എവിടെയെങ്കിലും പോയിട്ട് ഇത് കുരുങ്ങി കിടക്കും. അത് ഒരു അറ്റപ്രാണിയാണ് അല്ലെ, പെട്ടെന്ന് എന്ത് ചെയ്യുക, ഇതിന് അപകടം സംഭവിക്കാം, അല്ലെങ്കിൽ ഇതിന് ജീവൻ തന്നെ അപകടത്തിലാകാം. അപ്പൊ എവിടെയാണെന്ന് എന്ത് ചെയ്ത ഈ ഇടയൻ തേടിപ്പോയി ആ ആടിനെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ 1-ാമത്തെ ആ ഭാഗത്ത് കാണുന്നത്. 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ഭാഗത്ത് കാണുന്നത്. ഇനി അപ്പോൾ ആ ഭാഗത്ത് തന്നെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? കാണാതെ പോയി ഒരാടിനെ തേടിപ്പോയി ഇടയൻ എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനെയാണ് ആ സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പാപികളെ സ്നേഹിച്ചുകൊണ്ട് പാപത്തെ വെറുത്ത് ഈ പാപ ലോകത്തിലേക്ക് നമ്മളെ തേടി വന്ന കർത്താവ് യേശു ക്രിസ്തുവാണ് ആ ഉപമയിൽ നിഴലിച്ചു നിൽക്കുന്ന ഒരു വസ്തുത. ഇത് 2-ാമത്തെ ഒരു ഭാഗം 6 മുതൽ 10 വരെയുള്ള 8 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടായിരുന്നു. 10 ദ്രഹ്മ.
ദ്രഹ്മയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു വ്യാപാരത്തിന് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങുന്നതിന് കൊടുക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ഒരു അന്ന് നിലനിന്ന ഒരു നാണയം അല്ലെങ്കിൽ അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു മൂല്യമുള്ള ഒരു വസ്തു 10 ദ്രഹ്മ ഒരു സ്ത്രീക്കുണ്ടായിരുന്നു. അവൾ ഒരു ദിവസം നോക്കിയപ്പോൾ തൻ്റെ ഒരു ദ്രഹ്മ കാണുന്നില്ല. ഇതെവിടെ പോയെന്ന് അറിയത്തില്ല, ഒരു ദ്രഹ്മ കാണുന്നില്ല. അപ്പൊ താൻ എന്നും അത് നോക്കുമായിരിക്കും, അതുകൊണ്ടല്ലേ ഒരു ദ്രഹ്മ കാണാത്തവൾ കണ്ടുപിടിച്ചത്. അവള് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെയല്ലേ, അറിയാതെ അങ്ങനെ കുറച്ച് പൈസ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും പോയത് നമ്മൾ ഇത് എവിടെ പോയി എന്ന് വെച്ചാൽ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കും. അല്ലെ ഈ 10 രൂപ നമ്മൾ സാധനം വാങ്ങാൻ മാർക്കറ്റിൽ പോയിരിക്കട്ടെ, 10 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ പോയി. അയ്യോ, ചെറുതാണെങ്കിലും ചിലത് നിസ്സാരമായിട്ട് തള്ളിക്കളയും, പക്ഷെ ചെറുതാണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ പോയത് എവിടെ പോയെന്ന് എന്ത് ചെയ്യും, നമ്മൾ അന്വേഷിക്കും, ചിലത് കണ്ടുപിടിക്കും. എന്ന് പറഞ്ഞതുപോലെ ഈ സ്ത്രീയുടെ 10 ദ്രഹ്മയിൽ ഒരു ദ്രഹ്മ കാണാതെ പോയത് അവൾ എന്ത് ചെയ്തു, അവൾ അന്വേഷിച്ചു. എന്റെ ദ്രഹ്മ, അയൽക്കാരോടൊക്കെ പറഞ്ഞു എന്റെ ഒരു ദ്രഹ്മ കണ്ടില്ല, അതുകൊണ്ട് എന്തൊരു വീട് മുഴുവൻ അവളെ അടിച്ചു വാരി, അവള് സകല പ്രയത്നവും ചെയ്തതിന്റെ വീട് മുഴുവൻ അടിച്ചു വാരി അവസാനം ആ ദ്രഹ്മ അവള് കണ്ടുപിടിച്ചു. ഈ സംഭവം പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ദൈവകൃപയിലേക്ക് നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു ദൈവകൃപയിലേക്ക് ദൈവം നമുക്ക് കൃപാവരങ്ങൾ തന്നു. ദൈവമക്കളെ, നമ്മളിൽ നിന്ന് ഒരു കൃപ ഊർന്നുപോയ നമ്മൾ അറിയത്തില്ല. ഒരു ദൈവം നമ്മളെ ഏൽപ്പിച്ചൊരു താലന്ത്, വൈപ്പിടെ ദിനമാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മളിൽ നിന്ന് ഒരു ദൈവകൃപ, ചിലപ്പോൾ പ്രാർത്ഥനയാകാം, ചിലപ്പോൾ ഒരു ഉപവസിക്കുന്ന ദൈവകൃപയാകാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം. സഹായിച്ചവരുടെ കൃപകൾ, ഒരുപാട് കൃപകളുണ്ട്, കൃപാവരങ്ങളുണ്ട്. ദൈവം ഏൽപ്പിച്ച ഒട്ടേറെ താലന്തുകൾ നമുക്കുണ്ട്. ഇതെല്ലാം നമ്മൾ ചോർന്നു പോയി നമ്മൾ അറിയത്തില്ല. ഒരു പഴമൊഴിയുണ്ട്, എള്ള് ചോരുന്നത് അറിയത്തില്ല, നെല്ല് ചോരുന്നത് അറിയാം. നെല്ല് ഏറ്റവും മൂല്യമുള്ള അല്ലെങ്കിൽ വലിയ വിലപിടിപ്പുള്ള വസ്തുവാണ്, അത് ചോർന്നു പോകുമ്പോൾ നമ്മൾ അറിയത്തില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ അനുദിനം പരിശോധിക്കണം. നമ്മൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മൾ ഏൽപ്പിച്ച താലത്തിൽ നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അങ്ങനെ ആ സ്ത്രീ പരിശോധിച്ചുകൊണ്ടാണ് തന്റെ ഒരു ദ്രഹ്മ കാണാതെ പോയത് മനസ്സിലായത്. ഇവിടെ ആ പരിശുദ്ധാത്മാവിന്റെ ആ ഫലങ്ങൾ നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ അറിയത്തില്ല. അത് നമ്മളെ കണ്ടുപിടിച്ച് അതിനെന്ത് ചെയ്യണം, നമ്മളെ കൊണ്ടുവരണം, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഒരു കാര്യമുണ്ട്, നമ്മൾ നഷ്ടപ്പെട്ടു പോയാൽ അത് പ്രാപിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം യേശുവിനെ കാണാതെ പോയിട്ട് ദൈവാലയത്തിലേക്ക് അവർ പോയപ്പോൾ അമ്മയപ്പന്മാരോട് യേശു ഉണ്ടായിരുന്നു. അവർ പോയിട്ട് തിരിച്ചവർ വന്നപ്പോൾ വരുന്ന വഴിക്ക് യേശുവിനെ കണ്ടില്ല എന്നുള്ളത് മനസ്സിലായത്. പക്ഷെ യേശുവിനെ തിരഞ്ഞവർ ഒരു ദിവസത്തെ വഴുതോരെ പോകുന്നെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ട് അവർ യേശുവിനെ കണ്ടുപിടിച്ചു. എന്ന് പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ കണ്ടുപിടിക്കുക അത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചോർന്നു പോകാതെ സൂക്ഷിക്കുക. ഈ ഭാഗം പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. മറ്റ് 11-ാം വാക്യം മുതൽ 32-ാം വാക്യം വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ തന്റെ ഭാഗവും വസ്തുവകളും എല്ലാം അപ്പനിൽ നിന്ന് വാങ്ങിച്ചിട്ട് ദൂരദേശത്ത് പോയി എല്ലാം തൂർത്തടിച്ച് എല്ലാം നാനാവിധമാക്കി കളഞ്ഞ് ഒരു തൂർത്തുപുത്രൻ, നമ്മൾ തൂർത്തുപുത്രൻ എന്ന് വിളിക്കുന്ന അപ്പന്റെ ഇളയ മകന്റെ ഒരു വസ്തുതയാണ് ആ ഭാഗത്ത് കാണുന്നത്. തൻ്റെതെല്ലാം മുഴുവൻ തനിക്കുണ്ടെന്ന് പറഞ്ഞ സകലവും എന്ത് ചെയ്തു, അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് അവൻ അന്യദേശത്ത് കഴിക്കാൻ ഭക്ഷണം പോലും കിട്ടാതെ പന്നികളോട് കഴിക്കുന്ന വാളവരെയെങ്കിലും കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കഴിക്കാൻ പറ്റാതെ പോലും അവൻ അവിടെ കിടന്ന് അവന് മാനസാന്തരപ്പെട്ടു. ആ ഭാഗത്ത് കിടന്ന് ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങി വരുന്ന ഒരു തൂത്തുപുത്രനെ കാത്തിരിക്കുന്ന ഒരു അപ്പനെയാണ് കാണുന്നത്. അവിടെ ദൂരത്ത് നിന്ന് ആ മകനെ കണ്ടപ്പോഴേ തന്റെ ആ വേഷഭൂഷാദികളെല്ലാം വലിയ മുഷിഞ്ഞതാണ്. പക്ഷെ എങ്കിലും അപ്പൻ മകനെ തിരിച്ചറിഞ്ഞു. ഇന്ന് പകൽക്കാലം ആ ഭാഗത്ത് ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത്, മടങ്ങി വന്നാൽ ചേർത്ത് കൊള്ളുന്ന നല്ലൊരു അപ്പൻ നമുക്കുണ്ടെന്ന് ആ ഭാഗത്തുനിന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് സുവിശേഷങ്ങളിലെ സുവിശേഷം എന്ന് പറയുന്നത് പുത്രനായ യേശുക്രിസ്തുവിനെയും 3-ാമനെ പരിശുദ്ധാത്മാവിനെ കുറിച്ചും പിതാവാൻ ദൈവത്തെക്കുറിച്ചും ഈ 3 ഉപമകളിലൂടെ യേശു അവിടെ ആ ചുങ്കക്കാരും പാപികളുമോടെ തിന്നുകുടിക്കുന്നുവെന്ന് പറഞ്ഞ മതപുരോഹിതന്മാർക്കും മതത്തിന്റെ തീർച്ച നിൽക്കുന്ന പരീശന്മാർക്കും ആ മതത്തിന്റെ മേലധികാരികൾക്കും ഉപമകളിലൂടെ പറഞ്ഞു കൊടുത്ത ചില ഉപമയുടെ കാര്യങ്ങളാണ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, എനിക്ക് കുഞ്ഞുങ്ങളോടാണ് പറയാനുള്ളത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മക്കളെ, നിങ്ങൾ എവിടെ കടന്നുപോയാലും നിങ്ങൾക്ക് മാന്യമായ വിദ്യാഭ്യാസം ആവശ്യമാണ്, മാന്യമായ ഉയർന്ന ജോലികൾ ആവശ്യമാണ്. പക്ഷെ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിന്റെ സൈഡ് മാത്രമേ ആകാവൂ. പരമപ്രധാനമായ കാര്യം കർത്താവിന് വേണ്ടി നിൽക്കുക, ദൈവവചനം അനുസരിക്കുക, ദൈവവചനത്തെ മുറുകെ പിടിക്കുക. നിങ്ങളുടെ ജീവിതം ശോഭനമായി തീരുവാൻ അതേ ഏക മാർഗമുള്ളൂ.
കർത്താവ് പറഞ്ഞു, എന്നാൽ പരിശുദ്ധമാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യെഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്നാണ് കർത്താവ് നമുക്ക് തന്ന കൽപ്പന. നമ്മുടെ കർത്താവിന്റെ കൽപ്പന നമ്മൾ അനുസരിക്കണം. നമ്മൾ എവിടെ ആക്കിയിരിക്കുന്നുവോ അവിടെയാണ് നമ്മുടെ ഭൂമിയുടെ അറ്റം. അവിടെ എന്ത് ചെയ്യണം? കർത്താവിന്റെ വായുനാവുമായി നിൽക്കണം, കർത്താവിനെ പ്രസ്താവിക്കണം. യേശുവിനെ പറയുവാൻ ഒരു മടിയും നമ്മൾ കാണിക്കരുത്. അവിടെ ചെല്ലുന്ന സ്ഥാനത്ത് കർത്താവിന്റെ ഉത്തമ സാക്ഷികളായി നിൽക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്ക് കൃപ തരട്ടെ. ഓരോ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വചനത്തിൽ ആമേൻ.